വികസിത ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി തവനൂർ കൃഷി വിജ്ഞാന കേന്ദ്രവും ഫാക്സും സംയുക്തമായി നീലേൽ കർഷക സേവാ സമിതി കോൾപ്പടവിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വളപ്രയോഗത്തിന്റെ പ്രദർശന പരിപാടി സംഘടിപ്പിച്ചു. നെൽവയലിൽ നാനോ യൂറിയ ഡ്രോൺ ഉപയോഗിച്ച് നെൽകൃഷിയിൽ മരുന്ന് തെളിക്കുന്ന പരീക്ഷണ പ്രദർശനമാണ് നടന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഒരു പുതിയ പ്രോഗ്രാമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അതായത് വികസിത ഭാരത് സങ്കല്പ യാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു പ്രോഗ്രാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്. അതായത് കേന്ദ്ര ഗവൺമെന്റ് വിവിധ മേഖലകളിലും വകുപ്പുകളിലും ഏജൻസികളിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും ഇന്ന് ആ പരിപാടി നടക്കുകയാണ്. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു രാസവള കൂട്ടുകളുടെ സ്പ്രേയിങ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിന്റെ അടുത്ത് വേറൊരു പരിപാടി, വിപുലമായൊരു പരിപാടി എല്ലാ വകുപ്പുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ചങ്ങരംകുളം നാരായണിപ്പുഴ റോഡിലുള്ള ഓട്ടോ സ്റ്റാൻഡിന് സമീപത്ത് 2 മണിക്ക് നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇത്. ഇന്ന് നമ്മൾ ഏറ്റവും നേരിടുന്ന കാർഷിക മേഖല നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് തൊഴിലാളികളുടെ ക്ഷാമം. പ്രത്യേകിച്ചും മറ്റുള്ള പണികൾക്കൊക്കെ ആളുകളെ കിട്ടുമെങ്കിലും മരുന്നടിക്കുക പോലുള്ള പരിപാടികൾക്ക് ആളുടെ ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ അത് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇത്തരം നൂതന സംരംഭങ്ങളുമായിട്ട് കൃഷി വകുപ്പും നമ്മുടെ ഇതുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നുകൾ വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഏരിയ ചെയ്യാവുന്ന തരത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. സാധാരണ നമ്മൾ 300 ലിറ്റർ വെള്ളം ഒക്കെ ഒരു ഹെക്ടറിൽ സ്പ്രേ ചെയ്യുന്ന സ്ഥലത്ത് ഇത് 10-20 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. 1 മണിക്കൂർ കൊണ്ട് 1 ഏക്കർ കവർ ചെയ്യുന്ന തരത്തിലാണ് ഇത് നടക്കുക. ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നാനോ യൂറിയയുടെ സ്പ്രേയിങ് ആണ്. ഇത് ഈ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് സൂക്ഷ്മ മൂലക കൂട്ടുകൾ ചെയ്യാം, രാസവള കൂട്ടുകൾ സ്പ്രേ ചെയ്യാം. അപ്പൊ അതുവഴിയൊക്കെ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാനും കഴിയും, അതുപോലെ തന്നെ സമയം ലാഭിക്കാൻ കഴിയും, തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറയാനുള്ളത്. 10 ലിറ്റർ വെള്ളവും 500 മില്ലി നാനോ യൂറിയയും ഉപയോഗിച്ച് 9 മിനിറ്റിൽ 1 ഏക്കറിൽ മരുന്ന് തളിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ സവിശേഷത. നന്നമുക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അരവിന്ദാക്ഷൻ, കോൾപ്പടവ് പ്രസിഡന്റ് അയമുണ്ണി KV, കുഞ്ഞുണ്ണി കരുമത്തിൽ, ഫാക്ട് പ്രതിനിധി ഫസീല, സിബിൻ, വൈഷ്ണ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായിട്ട് ഡ്രോൺ ഉപയോഗിച്ച് എങ്ങനെയാണ് വളപ്രയോഗം നടത്തുക എന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു പ്രദർശനമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഒരുപാട് സമയം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ വളപ്രയോഗം എന്നുള്ളത്. എന്നാൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ, അതായത് വെറും 7 മിനിറ്റ്, ഒരു 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് 1 ഏക്കർ സ്ഥലം നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു ദിവസത്തിൽ 40 ഏക്കർ സ്ഥലം നമുക്ക് ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ സാധാരണയായിട്ട് ഡ്രോണിൽ ഉപയോഗിക്കുന്നത് നാനോ യൂറിയ, സമ്പൂർണ്ണ, അതുപോലെ ഫിഷ് അമിനോ ആസിഡ് ഇവയെല്ലാമാണ്. ഇതാണ് നാനോ യൂറിയ എന്ന് പറയുന്നത്. അതായത് ഒരു ചാക്ക് നമ്മൾ സാധാരണ യൂറിയക്ക് പകരമായിട്ട് നമുക്ക് ഈ നാനോ യൂറിയ 500 ml നാനോ യൂറിയ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന യൂറിയ എന്നുള്ളത് നമ്മൾ ചെടികൾക്ക് വേണ്ടി മണ്ണിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ അത് മണ്ണിൽ പെട്ടെന്ന് തന്നെ ഊർന്നു പോകും. മണ്ണിലൂടെ വളരെ കുറഞ്ഞ അളവിലാണ് ചെടികൾക്ക് ഇത് കിട്ടുന്നുള്ളൂ. എന്നാൽ നാനോ യൂറിയ നമ്മൾ ഇത് സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്, ഇലകളിൽ സ്പ്രേ ചെയ്യും. കാരണം ഇത് ദ്രാവക രൂപത്തിലുള്ളതാണ്. മാത്രമല്ല ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ ചെറിയ കണങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യാനും കൂടുതൽ കാര്യക്ഷമമായിട്ട് പോഷണം നേടാനും സാധിക്കും. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിച്ചാലും മതി. ഒരു ചാക്ക് യൂറിയക്ക് പകരമാണ് ഈ നാനോ യൂറിയയുടെ ബോട്ടിൽ, 500 ml ബോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ 1 ലിറ്ററിലേക്ക് 4 ml അഥവാ 10 ലിറ്ററിലേക്ക് 40 ml എന്നുള്ള ഒരു തോതിൽ കലർത്തിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു ഡ്രോണിലേക്ക് ആകുമ്പോൾ 10 ലിറ്ററിലേക്ക് 500 ml ആണ് നമ്മൾ കലർത്തുന്നത്. കാരണം ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുമ്പോൾ 10 ലിറ്റർ കൊണ്ട് തന്നെ നമുക്ക് 1 ഏക്കർ സ്ഥലം ഫുൾ സ്പ്രേ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഡ്രോണിൽ നമ്മൾ 1 ഏക്കർ സ്ഥലത്തേക്കുള്ള വളം കലർത്തിയിട്ട് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡ്രോണിന് 9.5 ലക്ഷം രൂപ വില വരുന്ന ഒരു ഡ്രോണാണിത്.
എന്നാൽ സ്മാം വഴിയൊക്കെ ഒരു വ്യക്തിക്ക് 50% സബ്സിഡിയിലും അതുപോലെ തന്നെ FPO ആയിട്ട് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കൂട്ടായ്മക്ക് 80% സബ്സിഡിയിലും ഇത് വാങ്ങാൻ കഴിയും. മാത്രമല്ല ഇത് എങ്ങനെയാണ് പറത്തേണ്ടത്, അതിന്റെ ട്രെയിനിങ്, അതുപോലെ പൈലറ്റ് ലൈസൻസ്, ഇത് പറത്താനുള്ള പൈലറ്റ് ലൈസൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിലയാണ് ഈ 9.5 ലക്ഷം അല്ലെങ്കിൽ സബ്സിഡി ആയിട്ടുള്ള വില എന്ന് പറയുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യമായ തൊഴിലാളികളെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കുറച്ച് ബംഗാളികളൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട്. പക്ഷെ ക്രമേണ അതും ഇല്ലാതാവും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ യന്ത്രവൽക്കരണത്തിലേക്ക് നീങ്ങേണ്ട ഒരു ഘട്ടമാണ്. അത് തീർച്ചയായിട്ടും കർഷകർ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ, ഡ്രോൺ പോലുള്ള കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ കർഷകർ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ഡെമോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് രാസവളങ്ങളും രാസകീടനാശിനികളും ദ്രവരൂപത്തിലാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് കർഷകർക്ക് അതൊരു 9 മിനിറ്റാണ് ഇവർ പറയുന്നത് ഒരു ഏക്കർ സ്ഥലത്തിന്. 9 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് കർഷകർക്ക് എത്ര സമയം ലാഭിക്കാൻ കഴിയും. അതേപോലെ ധനലാഭം കൂടുതലുണ്ട്. അപ്പോൾ ഇത്തരം കൃഷി രീതിയിലേക്ക് നമ്മൾ ഇനി നീങ്ങേണ്ടത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഡ്രോൺ പോലുള്ള ഈ ഉപകരണങ്ങൾ ഇനി വ്യാപകമായി വരട്ടെ. അതേപോലെ തന്നെ നമുക്ക് 2 പൂവിൽ കൃഷി ചെയ്യാനുള്ള ഒരു അവസ്ഥ ഒക്കെ ഇവിടെ ഉണ്ടാക്കണം. അപ്പോഴും നമ്മൾക്ക് അതിനനുസരിച്ച് കൊയ്ത്ത് ഒരു പ്രശ്നമാണ്. ആ കൊയ്ത്തിലേക്കുള്ള പുതിയ മെഷീനറികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പാടശേഖരങ്ങൾക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട്